ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ ഇതാ ഒരു 10 പേർക്ക് ഓരോന്ന് കഴിക്കാനുള്ള ചായക്ക് കടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ റവയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അവിടെ അടച്ച് മാറ്റി വെക്കുക. ഇനി മിക്സിയുടെ ചാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരവിയതും ഒരു 4-5 ചെറിയുള്ളിയും ഒരു പച്ചമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ കുതിർന്ന് വന്നിട്ടുള്ള ഈ ഒരു റവയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉരുള വെച്ച് കൊടുക്കുക. എന്നിട്ട് കവർ മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ ആ ഒരു സൈഡൊക്കെ ഒന്നങ്ങ് റെഡിയാക്കി കൊടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് പൊങ്ങി വരാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങ് കുറച്ച് സമയം കഴിയുമ്പോൾ പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ റെഡിയാക്കി എടുത്താൽ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിരി റെഡിയായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.